It's not a simple call. It's not an easy call. It demands that we are willing to die to ourselves. ഇത് ചെറിയൊരു കാര്യമല്ല. നമുക്ക് ലാഘവമായി ഒന്ന് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ സ്വയത്തിൻ്റെ അകത്തുനിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള സ്വയതാൽപര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളെ മാറ്റിവെച്ച് യേശുവിൻ്റെ താൽപര്യങ്ങളെ വലുതാക്കി എൻ്റെ മുൻപിൽ വെച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ പിൻപറ്റുക എന്നുള്ള ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. He loves us. That's why he gives the master call to us. എന്നാൽ അങ്ങനെ നാം പറയുമ്പോൾ തന്നെ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിളി യേശു നമ്മളിലേക്ക് നൽകുന്നത്. It looks difficult for us. It looks very painful for us. It looks very tough for us. But that's the best for us. Because when we lose ourselves in Him, Jesus said, you will find your life. നാം ആദ്യമായി യേശുവിൻ്റെ ഈ വിളി കേൾക്കുമ്പോൾ, ഗൗരവമായി അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അയ്യോ ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണല്ലോ, എന്നെ കൊണ്ട് ഒരു നാളിലും ഇങ്ങനെ ഒരു വിധത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയത്തില്ല, ഇതെൻ്റെ സകലതും എന്നിൽ നിന്നും യേശു ചോദിക്കുന്ന ഒരു അനുഭവമാണല്ലോ എന്നൊക്കെയും നമുക്ക് തോന്നുന്ന സമയത്തും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, അവനെ പിൻപറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിളി യേശു നമുക്ക് തരുന്നത്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. Luke chapter 18 verse 18 to 23 is an incident in the life of a young rich ruler who was very rich, who was very wealthy. He had a desire. He knew what Jesus was teaching. He knew Jesus was a good teacher. And he also had a desire to follow Jesus. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളില് ഇവിടെ ഒരു ധനികനായ ഒരു യുവ പ്രമാണിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശു ചെയ്യുന്ന കാര്യങ്ങളെ, യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു. യേശുവിനോട് താല്പര്യം തോന്നി. അങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി അദ്ദേഹം കടന്നു വന്നു. Now a certain ruler asked him, saying, "Good teacher, what shall I do to inherit eternal life?" So Jesus said to him, "Why do you call me good? No one is good but one, that is God. You know the commandments, do not." And then he goes on, verse 21, and he said, "All these things I have kept from my youth." So when Jesus heard these things, he said to him, "You still lack one thing. Sell all that you have and distribute it to the poor, and you will have treasure in heaven. Then you come, you follow me." But when he heard this, he became very sorrowful, for he was very rich. നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനിയും ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. Mark chapter 10 verse, this is the account of Mark, verse 21 and 22. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 21 22 വാക്യങ്ങളും ഇതേ കാര്യമാണ് പറയുന്നത്. എന്നാൽ ചിലതും കൂടെ അതിനോട് ചേർത്ത് പറയുന്നു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർ കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവൻ ആകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. 21 it says, "One thing you lack, young man. Go your way, sell whatever you have, give it to the poor, you will have treasure in heaven. Then you come, you take up the cross, and then you follow me." But he was sad at this word, and he went away sorrowful, for he had great possessions. 21-ാം വാക്യത്തില് നാം കാണുന്നത്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. There was someone who was very desirous. This young man was not like other young men. ഈ ഒരു യുവാവെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. He was rich, but he was also very God-fearing. He was very religious.
അദ്ദേഹം ധനികനായിരുന്നു, ശരിയാണ്. എന്നാലും ഒരു ദൈവഭയം ഇദ്ദേഹത്തിന്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. Not in bad company. He was obeying all the commandments and he came to Jesus. He had a real desire in his heart. Jesus, what must I do to inherit eternal life? ഇയാളൊരു മോശമായ വ്യക്തിയായിരുന്നു എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കൽപ്പനകളെ തിരിച്ചറിയുകയും അതിനെ പ്രമാണിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് അവിടെ മുട്ടുകുത്തി നിന്ന് ഇദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് യേശുവിനോട്. He gives his answer and Jesus says, that's wonderful, but one thing you lack. I'm willing to take you on my team, but one thing you lack. This is my condition. Go sell everything that you have. Then you come, you take up your cross, and then you follow me. അവനോട് പറഞ്ഞു, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ച് ഇങ്ങനെ പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നീ വന്നാൽ എൻ്റെ ടീമിന്റെ അകത്തേക്ക് നിന്നെയും ഞാൻ കൂട്ടിക്കൊള്ളാം എന്നുള്ള വിധത്തിലാണ് യേശു പറഞ്ഞത്. Which rabbi would do that? Which rabbi would lose an opportunity to have a young man in his team? ഏതെങ്കിലും ഒരു റബി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? ഒരു ധനികനായ ഒരു മനുഷ്യൻ, ഒരു യുവാവ് ഇത്ര താല്പര്യത്തോടും ഭയത്തോടും കൂടെ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടാമോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വലിയ വെല്ലുവിളി, അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വെല്ലുവിളി അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? This young rich ruler was in a crisis. He knew if he had to follow him, he had to obey what Jesus told him. ഈ ധനവാനായ യുവപ്രമാണി ഇദ്ദേഹം പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിലേക്ക് വന്നു. യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് വന്നു. യേശു പറയുന്നത് അനുസരിച്ചെങ്കിലേ ഇനിയും യേശുവിനെ എനിക്ക് പിൻപറ്റുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള വലിയൊരു തീരുമാന ഘട്ടത്തിലേക്ക് ഇദ്ദേഹം വന്നെത്തി. He loved Jesus and Jesus loved him, but the demand was very clear. യേശു ഇദ്ദേഹത്തെ സ്നേഹിച്ചു, ഇദ്ദേഹം യേശുവിനെ സ്നേഹിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ യുവാവിനോട് യേശു ചോദിച്ചതായിട്ടുള്ള ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു വലിയ ബുദ്ധിമുട്ടായി ഈ പ്രത്യേക സാഹചര്യത്തിൽ വരികയാണ്. He was not able to deny himself because for him this riches that he had was more valuable than following Jesus. എന്നാൽ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. കാരണം തൻ്റെ ആഗ്രഹങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ തന്നെ തനിക്കുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ താൻ തൻ്റെ ജീവിതത്തിൽ വിലയേറിയത് എന്ന് എണ്ണിയത് വിട്ടുകളയുവാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയായി ഇദ്ദേഹത്തെ വചനം കാണിക്കുന്നു. When the master gives the master call, it just means he demands total allegiance from us and all out commitment and devotion from our side. യജമാനന്റേതായിട്ടുള്ള ഈ വിളി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളെയും വ്യക്തമായി തിരിച്ചറിയുന്ന ഈ യജമാനൻ നമ്മുടെ സകലതും വിട്ട് അവനെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലുതായി എണ്ണുക എന്നുള്ള കാര്യം ഒരു മാൻഡേറ്ററി കാര്യമായിട്ട് യജമാനൻ നമ്മോട് ആവശ്യപ്പെടുന്നു. We are in this journey of following Jesus. നാം യേശുവിനെ അനുഗമിക്കുന്ന ഈ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. I believe all of us at times have been confronted with this question and we decided to follow Jesus. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറെ ഒരു സമയത്ത് ഇങ്ങനെയുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ നാം അതിനെ ഫേസ് ചെയ്യുകയും അഭിമുഖീകരിക്കുകയും അതിനോട് നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ഈ യാത്രയിൽ യേശുവിനെ വീണ്ടും തുടർന്ന് മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുത്തവരാണ്. Many of the problems and issues that we face with ourselves will not have significance if we truly understand what it means to follow him.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പല വിഷമങ്ങളും പ്രയാസങ്ങളും നാം ബുദ്ധിമുട്ടുകളെന്ന് വിളിക്കുന്ന കാര്യങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നത് എന്തായിരിക്കുന്നു എന്നൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വീണ്ടും ഒരു പ്രശ്നമായിട്ട് പോലും നമ്മുടെ മുൻപിൽ കാണുകയില്ല. Luke chapter 14 verse 25 and 26. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 25-26 വാക്യം. 25, 26, 27. We know Luke comes from a medical background and he is used to recording things very detailedly. ലൂക്കോസ് ഒരു ഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹം ഒരു മെഡിക്കൽ പശ്ചാത്തലം ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് വ്യക്തമായിട്ടാണ് ഓരോ ഇൻസിഡന്റുകൾ പറയുമ്പോൾ അദ്ദേഹം അതിനെ രേഖപ്പെടുത്തുന്നതിന്റെ രീതിക്കകത്ത് ആ ഒരു പോളിഷിംഗ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And especially with this aspect of following Jesus, he makes it right to the center of what Jesus meant. യേശു എന്താണ് പറഞ്ഞത്, യേശു പറഞ്ഞതിന്റെ ആശയം, അതിൻ്റെതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ മനസ്സിലാക്കി ഇവിടെ ലൂക്കോസ് അതിനെ രേഖപ്പെടുത്തുകയാണ്. Now it says in Luke chapter 14 verse 25, 26 and 27, now great multitudes went with him, and he turned and said to them, if anyone comes to me and does not hate his father, mother, wife, children, brothers and sisters, yes, and his own life also, he cannot be my disciple. And whoever does not bear his cross and come after me cannot be my disciple. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. Luke amplifies what Matthew says. If anyone wants to follow me, decides to follow me, deny yourself, take up your cross. But then Luke just amplifies and expands and says, if you do not hate. Now we need to understand this in the context of what has been spoken here. നാം മുൻപ് വായിച്ചതിനെക്കാട്ടിലും ഏറെ വിശദമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങളോടുള്ള ആ ഒരു കാര്യത്തിനകത്താണ് ലൂക്കോസ് ഇതിനെ വ്യക്തമായി യേശുവിനെ അനുഗമിക്കുക എന്നുള്ള വിളിക്കകത്ത് എന്തെല്ലാം ആയിരിക്കുന്നു, നാം ചിലതിനെ പകയ്ക്കണം, നമ്മുടെ ജീവനെ തന്നെ നാം പകയ്ക്കുന്നവരായിരിക്കണം എന്നുള്ള വിധത്തിൽ അതിനെ കുറേയും കൂടെ വ്യക്തമായി പറയുന്നു. ഈ പറയുന്നത് അതിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിൽ നാം അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Don't misunderstand Jesus saying Jesus teaches to hate parents and to hate our family and all that. No, Jesus does not. Jesus teaches us to honor our parents, but this is in a context of the master call. ഈ ദൈവവചനം വായിച്ചിട്ട് നാം ഒരിക്കലും ഇങ്ങനെ പറയരുത്, യേശു അപ്പനെയും അമ്മയും പകയ്ക്കുവാനാണ് നമ്മെ വിളിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നൊന്നും പറയരുത്. എന്നാൽ ഇതിൻ്റെതായിട്ടുള്ള ഒരു യേശുവിനെ അനുഗമിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇവിടെ പറയുന്നത്. Now it says, if anyone comes to me and does not hate his father, mother, his wife, his children, his brothers, sisters, his relatives, and even his own self, he cannot be my disciple. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. It's a comparison with respect to me, in comparison with me, in preference to me, in priority with me, in relation to me. Everything else must be subordinate. Everything else must be equivalent to hatred when it comes to following me. ഇവിടെ പകയ്ക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴും യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സമർപ്പണം, ആ ഒരു കാര്യത്തോടുള്ള ബന്ധം അതിൽ വെച്ച് നോക്കുമ്പോൾ, അതിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ മറ്റുള്ള ബന്ധങ്ങളെല്ലാം, അല്ലെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തിനകത്ത് കൊടുക്കുന്നതായിട്ടുള്ള പ്രാധാന്യം യേശുവിനെക്കാട്ടില് ഉയർന്ന ഒരു നിലവാരത്തിൽ കൊടുക്കുന്ന ഒരു സ്നേഹമല്ല. അത് യേശുവിനോടുള്ള ബന്ധത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെ പകയ്ക്കുന്ന വിധത്തിൽ ആയിരിക്കണം അതിനെ നാം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. You cannot follow me with a half-hearted commitment and devotion to me. I demand your complete devotion. ഇങ്ങനെയാണ് യേശു ഇവിടെ പറയുന്നത്. ഒരു
പകുതി തീരുമാനത്തോടുകൂടെ അല്ലെങ്കിൽ പകുതി ഹൃദയത്തോടുകൂടെ കുറച്ച് സ്നേഹം അവിടെയും മാറ്റിവെച്ച് കുറച്ച് ഇവിടെയും മാറ്റിവെച്ച് ഇത്രയും യേശുവിനെ കൊടുത്തേക്കാം എന്നുള്ള വിധത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ സാധ്യമല്ല. പൂർണ്ണ ഹൃദയത്തോടുള്ള ഒരു സ്നേഹവും സമർപ്പണവുമാണ് യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. To those who were spellbound by the miracles, signs and wonders, who saw and crowds were coming, he turned to them, this is my demand. This is my call to you. If you want to follow me, these are my terms. കർത്താവിന്റെ പഠിപ്പീര് കേട്ട് കർത്താവ് ചെയ്യുന്നതായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെയും കണ്ട് ഏറ്റവും അധികം ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ വണ്ടറടിച്ച് നിന്നതായിട്ടുള്ള ഈ ഒരു കൂട്ടത്തിന്റെ നടുവിലേക്കാണ് യജമാനന്റേതായിട്ടുള്ള ഈ വിളി, തന്നെ അനുഗമിക്കുവാനുള്ള വിളി, അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തത യേശു കൊടുക്കുവാൻ ഇടയായി തീർന്നത്. Verse 33, so likewise whoever of you does not forsake all that he has cannot be my disciple. 33-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുക ഇല്ല. If you are not willing to forsake everything and come to that place where you recognize me as the master, Lord of your life, you cannot follow me. നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സകല വിഷയങ്ങളെയും താല്പര്യങ്ങളെയും മാറ്റിവെച്ച് എന്നെ നിന്റെ ജീവിതത്തിന്റെ യജമാനനായി കർത്താവായി സ്വീകരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നീ വരുമ്പോഴാണ് വാസ്തവമായി ഞാൻ താല്പര്യപ്പെടുന്ന വിധത്തിൽ നിനക്കെന്നെ അനുഗമിക്കുവാൻ കഴിയുന്നത് എന്ന് യേശു പറയുകയാണ്.